എല്ലാവരെയും വന്ദനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കാര്യമാണ് മിശിഹാ തമ്പുരാന്റെ മരുഭൂമിയിലെ പരീക്ഷ. 3 പരീക്ഷയിലൂടെ കർത്താവ് കടന്നുപോയി. എല്ലാ പ്രസംഗകരും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ക്രൈസ്തവ ലോകത്തെ ബഹുഭൂരിപക്ഷം പ്രാസംഗികർ ഇതിനെ വിശദീകരിക്കുന്നത് പിശാച് എന്ന് പറയുന്ന വീണുപോയ ഏദൻ തോട്ടത്തിലെ ലൂസിഫർ, പഴയ പാമ്പ് മിശിഹായുടെ അടുക്കലേക്ക് വന്ന്, അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന വീണുപോയ ദൂതൻ മിശിഹായെ പരീക്ഷിക്കാൻ വന്നു എന്ന് നമ്മൾ അതില് കൊച്ചിലെ മുതൽ ഞാൻ കേട്ടിട്ടുള്ളത്, ആദാമിന് ദൈവം നൽകിയ അധികാരം പിശാച് തട്ടിപ്പറിച്ചു. പിശാചാണ് ഇന്ന് ലോകത്തെ മൊത്തം ഭരിക്കുന്നത്. കർത്താവ് യേശുവിന്റെ മടങ്ങിവരവോടുകൂടെ ഈ പിശാചിനെ ചെങ്ങലയ്ക്കകത്തിടുകയും 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും ചെയ്യുന്നുള്ള ഒരു നറേഷൻ ക്രൈസ്തവ സമൂഹത്തിൽ പ്രബലമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ക്രൈസ്തവരായ പെന്തിക്കോസ്ത്, ബ്രദറൻ, പ്രൊട്ടസ്റ്റന്റ്, കാതലിക്, ഓർത്തഡോക്സ് ഇങ്ങനെയുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലും ഇത് സംസാരിക്കുന്ന സകല പ്രാസംഗികർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാൻ പോകും. ഇത് കേട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന, ചതിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടിയും കൂടെയാണ് ഈ സന്ദേശം സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ശ്രദ്ധയോടെ കേൾക്കുക. ഈ മരുഭൂമിയിൽ പരീക്ഷിക്കാൻ വന്ന ആള് ആരാണ് എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് തെളിയിക്കാൻ പോകും. നമ്മുടെ എല്ലാവരുടെയും വേദശാസ്ത്രം പോകുന്നതും, നമ്മുടെ വേദശാസ്ത്രത്തിന് പലതിൻ്റെയും ആധാരം എനിക്ക് തോന്നുന്നത് നമ്മൾ നിലവിലൊക്കെയുള്ള മശിഹാ ചരിത്രം, പിന്നെ ദ പാഷൻ തുടങ്ങിയ സിനിമകളും അല്ലെങ്കിൽ ഫിലിമുകളും അതിനോട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതായ ചിത്രീകരണങ്ങളുമാണ്. നമുക്കറിയാം, മശിഹാ ചരിത്രത്തിൽ മരുഭൂമിയിലേക്ക് പോകുന്ന കർത്താവ് വിശന്നിങ്ങനെ ഇരിക്കുന്നു, വയറൊട്ടിയിരിക്കുന്നു. അപ്പം അടുത്തിരിക്കുന്ന ഒരു കല്ലിനെ ഇങ്ങനെ എടുക്കുന്നു, തൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്നേരം ഇപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നു. ഇഴഞ്ഞു വന്ന പാമ്പ് യേശുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. നീ എന്തിനെ കല്ലിനെ അപ്പമാക്കാൻ പറയുന്നു. പിന്നെ കൊമ്പും വാലും ശൂലവാലും ഒക്കെയുള്ള ഏതോ ഒരു കറുത്ത രൂപം യേശുവിനെ പിടിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തുന്നു, ചാടിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പൈശാചിക രൂപം എന്ന് പറയുന്ന ഒരു കറുത്ത ഇരുണ്ട രൂപം ഒരു വലിയ മലയിലേക്ക് കൊണ്ടുപോയിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ കാണിക്കുന്നു. കഥയിൽ ചോദ്യമില്ല, എങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുകൊണ്ട് വേദപുസ്തകത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മശിഹാ ചരിത്രവും പാഷൻ ഓഫ് ക്രൈസ്റ്റും ഒന്നുമല്ല വിശുദ്ധ വേദപുസ്തകം. പിന്നെ വേദപുസ്തകം കൃത്യമായി പഠിച്ചവരുമല്ല ഈ ഫിലിം ഒന്നും എടുത്തിരിക്കുന്നതും കൂടെ കാര്യം നിങ്ങൾ ഓർക്കുക. എന്തിനേറെ പറയണം, അവരെ ഇവിടെ ഒരു ഫിലിം ഡയറക്ടറാണ്. ഇവിടെ നമ്മളുടെ വലിയ വലിയ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വലിയ ഡിഗ്രിയുള്ള MTH, PhD, DD, THD തുടങ്ങിയ ഒരുപാട് വലിയ ഉയർന്ന ഡിഗ്രിയുള്ള ചേട്ടന്മാരും ഇത് ലൂസിഫറാണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് ലൂസിഫർ അല്ലെന്നും ഇതാരാണെന്നും വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത്. സമാധാനം ഉണ്ടെങ്കിൽ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ കേൾക്കുക. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ഗോപുരങ്ങളും ഞാൻ പൊളിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ നിലവിലുള്ള മുഴുവൻ അസത്യത്തെയും പൊളിക്കുക എന്നതാണ് എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ. ഞാനത് ധൈര്യത്തോടെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നോ ഒരിക്കൽ വെട്ടേറ്റുപോയ ദൈവദൂതനൊന്നുമല്ല യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നത് ആരാണെന്ന് അറിയാൻ ഒരു കൊച്ചു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ആ പരീക്ഷാവേളയെ സംബന്ധിച്ച ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളത് മറ്റൊരു സ്ഥലത്ത് ഉയർന്ന ഒരു മലയിൽ നിന്നാണ് മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, KJV-യിൽ, ആൻഡ് ദ ഡെവിൾ ടേക്കിംഗ് ഹിം അപ്പ് ഇൻ ടു ദ ഹൈ മൗണ്ടൻ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ഹൈ മൗണ്ടൻ and showed unto him all the kingdoms of the world in a moment of time. And the devil said unto him, all these power will I give thee, and the glory of them, for that is delivered unto me, and to whomsoever I give it. ഒരു മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് സകല രാജ്യങ്ങളെയും കാണിച്ചു. നിശ്ചയമായിട്ടും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, അത് ലിറ്ററൽ ആയിട്ടുള്ള സംഭവം അല്ല. ഉയർന്ന ഒരു മല,
ആ മലയുടെ മുകളിൽ കയറി നിന്നാലും, ലോകത്തെ ഏറ്റവും വലിയ മലയായ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി നിന്നാലും അടുത്തുള്ള പഞ്ചായത്തല്ലാതെ വേറൊന്നും കാണാൻ പറ്റത്തില്ല, ഭൂലോകത്തിലൊരു രാജ്യം കാണാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് ലിറ്ററൽ അല്ല എന്ന് മനസ്സിലാക്കണം. പ്രധാനമായി പിടികിട്ടേണ്ടത്, നമ്മൾ ആളുകൾ ആവശ്യമുള്ളതെല്ലാം ലിറ്ററലി എടുക്കും, ആവശ്യമില്ലാത്തതെല്ലാം അലിഗോറിക്കലി എടുക്കും. സത്യം പറഞ്ഞാൽ അലിഗോറിക്കലി എടുക്കേണ്ടതിനെ ലിറ്ററലാക്കിയും ലിറ്ററലി എടുക്കേണ്ടതിനെ അലിഗോറിക്കലുമാക്കി മെറ്റാഫറിക്കലായിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിന്റെ പേരാണ് ക്രിസ്ത്യാനി. യേശു ക്രിസ്തു കുതിരപ്പുറത്ത് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും, മേഘത്തിൽ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും, അഗ്നജ്വാലിയിൽ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും, പോയതുപോലെ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും. ദേ ആർ ടേക്കിംഗ് എല്ലാ വേഴ്സസും ലിറ്ററലി ആണ് എടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക, ബോധമുള്ളവർ ശ്രദ്ധിക്കുക. ഇത്രയും പറയേണ്ട ഗതിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു പാസ്റ്ററോട് കൃത്യമായ നിലയിൽ 3-4 വാക്യം എടുത്ത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് 3-4 വാക്യം എടുത്ത് പറഞ്ഞപ്പോൾ വളരെ പ്രമുഖമായ ഒരു വലിയ സംഘടനയിലെ വലിയൊരു കർത്താവിന്റെ ദാസൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പറയാം, ബൈബിളിൽ അങ്ങനെ പലതും എഴുതി വെക്കും, എന്നാലും ഞങ്ങളുടെ പ്രാണപ്രിയൻ വരും. എനിക്ക് ആ ആളിനോട് എന്ത് പറയാനെന്ന് എനിക്കറിയത്തില്ല. ശരി, ഞാൻ വിട്ടു, എൻ്റെ പൊന്നെ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിക്ക് പോയി. കാരണം എന്തെന്നറിയാമോ, നമ്മൾ എന്തൊക്കെ പഠിച്ചു വെച്ചോ അത് മാത്രം സത്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ബൈബിളിനെ തിരുത്തി തരണമേ എന്ന് അഭയാചന കഴിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഗതികേടിലേക്ക് സഭ പോകേണ്ടി വരുന്നു എന്നത് ഓർത്ത് ദുഃഖമുണ്ട്. ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ വാക്കുകളെ തിരുവെഴുത്തിലേക്ക് കൊണ്ടുവരാൻ പോവാം. ഇവിടെ പറഞ്ഞ വാചകം എന്താണ്? ഒരു വലിയ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തുള്ള സകല രാജ്യങ്ങളെയും കാണിച്ചു. So taking him up into a higher mountain showed him and all the kingdoms of the world. എല്ലാവരും കേൾക്കണം. ദ വേൾഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ച നമുക്ക് നേരെ ഇങ്ങനെ കാലിഫോർണിയ മുതൽ അങ്ങ് ന്യൂസിലാൻഡ് വരെയുള്ള പടർന്നു കിടക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഭൂപടം നമ്മുടെ ഓർമ്മയിൽ വരും. അല്ലെങ്കിൽ നമ്മുടെ മേശപ്പുറത്തിരുന്ന് കറങ്ങുന്ന ഗ്ലോബ് നമുക്ക് ഓർമ്മ വരും. ഭൂമി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ചിന്ത, അത് ചാത്തനായാലും മാമനായാലും, ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത ഈ കാണുന്ന കറങ്ങുന്ന സാധനമാണ്. ആദ്യം ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഹിസ്റ്ററി, ബൈബിളിന്റെ ഹിസ്റ്ററി, ലോകത്തിന്റെ ചരിത്രം ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കണം. ദ പ്ലാനറ്റ്, നമുക്കറിയാലോ ഈ ഗ്രഹം, പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന പദം വേദപുസ്തക എഴുത്തുകാരോ ആദ്യ നൂറ്റാണ്ടിലെ സഭയോ യഹൂദന്മാരോ ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന പദം വന്നത്, ദ വേർഡ് പ്ലാനറ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 14ാമത്തെ നൂറ്റാണ്ടിലാണ്. ദാറ്റ് വേർഡ് ഈസ് ബോറോഡ് ഫ്രം ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ. ലാറ്റിനും ഫ്രഞ്ചിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിനെ എഴുതിയിരിക്കുന്നത് initially refer to any of the 7 visible celestial bodies that appear to move against the background stars. അതായത് പ്ലാനറ്റ്സ്, ഇവിടെ കുറെ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഗ്രഹങ്ങൾ ഭൂമിയിലുണ്ട്. അതിന്റെ പുറകിലൂടെ മൂവ് ചെയ്യുന്ന നക്ഷത്രങ്ങൾ. ഇങ്ങനെ മൂവ് ചെയ്യുന്ന നക്ഷത്രങ്ങളെ അവർ വിളിക്കുന്ന പേര് പ്ലാനറ്റസ് എന്ന്. പ്ലാനറ്റസ്, അതിന്റെ ഗ്രീക്ക് വേർഡിൽ പ്ലാനറ്റസ് മീൻസ് വാണ്ടറിങ് എന്ന് പറയും. ഇങ്ങനെ, അതായത് നമ്മൾ ചില നക്ഷത്രങ്ങൾ, ചില ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കും, ബാക്കി അതിന്റെ പുറകോട് ഇങ്ങനെ മൂവ്. ഇപ്പൊ ഇത് ഏൻഷ്യന്റ് ആളുകൾ കണ്ടിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇതിനെ അവർ വിളിച്ച പേരാണ് പ്ലാനറ്റസ്. ആ പ്ലാനറ്റസ് എന്ന വേർഡിൽ നിന്നാണ് വാണ്ടറേഴ്സ് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞവർ എന്നുള്ള അതിൽ നിന്ന് വന്ന വാക്കാണ് പ്ലാനറ്റ്. ഏൻഷ്യന്റ് ഒറിജിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്നു. അതിനെ അസ്റ്ററസ് പ്ലാനറ്റെ എന്ന് പറയും. അതായത് അസ്ട്രോണമസ്, അതായത് നമ്മൾ ഈ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് അസ്റ്ററസ് പ്ലാനറ്റെ എന്ന് പറയും. ടു ഡിസ്ക്രൈബ് ദി സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് മൂവ് അക്രോസ് ദ സ്കൈ ഡിസ്റ്റിങ് ഫ്രം ദ ഫിക്സഡ് സ്റ്റാർ. അപ്പോൾ സ്റ്റാർസ് ചിലത് ഇങ്ങനെ ഫിക്സ് ആണ്, ബാക്കി അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തു. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരാണ്, അവരിട്ടിരിക്കുന്ന പേരാണ് എന്താണ്? പ്ലാനറ്റസ്. അടുത്തത് ദ വേർഡ് പ്ലാനറ്റ്. ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഈ ബൈബിളിൽ എവിടെയെങ്കിലും ഭൂമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇനി മേലാൽ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞത്. ദ വേർഡ് പ്ലാനറ്റ് ഫസ്റ്റ് ടൈം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എൻ്റർ ചെയ്തത് അറൗണ്ട് 1300 AD അത് ആദ്യം വന്നത്. അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. വെൻ യു ഗോ ടു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾ ചെക്ക് ചെയ്യൂ, ഇറ്റ് ഈസ് ദെയർ. അത് വന്നത് 1300കളിലാണ് ദ പ്ലാനറ്റ് എന്ന വേർഡ് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്ന സാരം, ഈ ഗ്രഹം അല്ലെങ്കിൽ ഈ കറങ്ങുന്ന ഭൂമി എന്ന ചിത്രം എന്ന ചിന്ത യഹൂദന്മാരുടെ കണ്ണിലോ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലോ
പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 19 പ്രാവശ്യം ഭൂമി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സകല കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ സകല ഗോത്രങ്ങളും നിലവിളിച്ചുകൊണ്ട് അവൻ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് കാണുമെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? കൃത്യമായി പറഞ്ഞാൽ കർത്താവ് മേഘത്തിൽ വരാൻ പോകുന്നു, സകല കണ്ണും കാണും എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ വിചാരം ഭൂലോകത്തെ മൊത്തവും കണ്ണും കാണും, ആമസോൺ കാട്ടിയിരിക്കുന്നവനും കാണും. ഇങ്ങനല്ല എൻ്റെ സഹോദരങ്ങളെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിലെ പദങ്ങൾ എന്താ. വേൾഡ്, ഇവിടെ വേൾഡ് എന്ന പദത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്, അല്ല, ബൈബിൾ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഓയ്ക്യുമെനെ എന്നാണ്. ഓയ്ക്യുമെനെ. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് പൊറുക്കണം. ഞാൻ ഗ്രീക്ക് സ്കോളറൊന്നുമല്ല. എൻ്റെ ട്രാൻസ്ലിറ്ററേഷനിൽ ഞാൻ വായിച്ച ഓയ്ക്യോമെനെ. ഓയ്ക്യോമെനെ, ദ ഓയ്ക്യോമെനെ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് പ്ലാനറ്റ്, ഇറ്റ് ഈസ് എ ഹാബിറ്റബിൾ എർത്ത്. നിങ്ങൾ അതിൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഡിക്ഷണറി, ബിബ്ലിക്കൽ ഡിക്ഷണറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റോമൻ എംപയർ വേർ ദ ജൂയിഷ് കമ്മ്യൂണിറ്റീസ് ഇൻഹാബിറ്റഡ്. യഹൂദ സമുദായം ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്ന ആ ലാൻഡിനെയാണ്, ആ സ്ഥലത്തെയാണ്, ആ ഭൂപ്രദേശത്തെയാണ് ഓയ്ക്യുമെനെ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് അമേരിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ചൈന, റഷ്യ, ഇതൊന്നുമല്ല. ജൂയിഷ് സമൂഹവുമായി ബന്ധപ്പെട്ട റോമൻ എംപയർ. നമുക്കറിയാം റോമൻ എംപയറിന്റെ എല്ലായിടത്തും യഹൂദ സമുദായത്തിന്റെ സെറ്റിൽമെന്റ്സ് ഉണ്ടായിരുന്നു. ഇനി അപ്പം ഈ വേൾഡ് കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകത്തിന്റെ ഗ്ലോബ് ഇങ്ങനെ കറക്കി കാണിച്ചു കൊടുത്തെന്നല്ല, ഇന്ത്യ കാണിച്ചു കൊടുത്തെന്നല്ല, ചൈനയെ കാണിച്ചു കൊടുത്തെന്നല്ല, പാകിസ്ഥാനെ കാണിച്ചു കൊടുത്തെന്നല്ല. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡംസ് ഓഫ് ദ വേൾഡ്. ദ കിങ്ഡം ഓഫ് ദ വേൾഡ് മീൻസ് the oikumene means it's about the kingdom of God. It is connected with the Jewish people. It is connected with the Jewish people. അവരുടെ കയ്യിലാണ് ദൈവം ആദ്യം എന്ത് കൊടുത്തത്? ന്യായം, ഈ രാജ്യം കൊടുത്തു. ആദമിന് കൊടുത്തു. ആദമിൽ നിന്ന് പരമ്പരാഗതമായിട്ട് ഇത് ആരുടെ കയ്യിലേക്ക് വന്നു? യഹൂദ സമുദായത്തിന്. ഇപ്പം കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവരുടെ പക്കലായിരുന്നു ദൈവം കൊടുത്തതെന്ന് ഞാൻ തെളിയിക്കാൻ പോകും. ഇനി നിങ്ങൾ അടുത്തറിയേണ്ട ഒരു കാര്യം, അപ്പം ഈ ലോകം മൊത്തം കാണിച്ചെന്ന് പറഞ്ഞാൽ ദയവായിട്ട് തെറ്റിദ്ധരിക്കല്ലേ, ഇതൊന്നും പ്രപഞ്ചം മൊത്തം അല്ല കാണിച്ചത്, അല്ലെങ്കിൽ ഭൂമി മൊത്തം അല്ല കാണിച്ചത്, പ്ലാനറ്റ് അല്ല കാണിച്ചത്. ഒരു ലാൻഡ് ഇസ് എ കിങ്ഡം. അതിലെ സകല രാജ്യങ്ങളെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരണ്ട. അതിൻ്റെ അർത്ഥം സകല കണ്ണും കാണും എന്നതും കൂടെ ചേർത്ത് നോക്കിയാണ്. അങ്ങനെ സകലതും എന്ന് പറയുന്ന പലതും ഉണ്ട് ബൈബിളിൽ. അത് മനസ്സിലാക്കേണ്ടത് അത് ഇസ് ലിമിറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു പർട്ടിക്കുലർ എന്തുവാ തിങ്സ്, ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ ഭൂമോത്തെ എല്ലാവരും എന്നുള്ള അർത്ഥമല്ല. പ്രധാനമായിട്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് കാണാൻ പറ്റുന്നത് എന്തോ ഭൂമി മുഴുവൻ കാണാൻ പറ്റത്തതുമില്ല. അതും യാഥാർത്ഥ്യം. ഇനി നമ്മൾ ഇനി അടുത്തറിയേണ്ട ഒരു പ്രധാന കാര്യം, ഇവിടെ താൻ പറയുന്ന ഒരു വാചകമുണ്ട്. യേശു പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെ ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ അപ്പൊ രാജ്യം ആരുടെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു? എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഡെലിവേർഡ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് പാരഡിഡോമായി എന്ന് പറയും. പാരഡിനോമായി മീൻസ്, നമ്മളതിൻ്റെ ഗ്രീക്ക് ഡിക്ഷണറി എടുത്ത് പഠിക്കുമ്പോൾ പാരഡിഡോമായി മീൻസ് ടു ഗിവ് ഓവർ, ടു ഹാൻഡ് ഓവർ എന്ന്. എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു, വേറെ ആടെ പക്കലായിരുന്നു. ഈ ഹാൻഡ് ഓവർ ടു മീ, ഡെലിവേർഡ് അപ്പ്. സ്ട്രോങ്സിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. ടു സറണ്ടർ ദാറ്റ്, ഈൽഡ് അപ്പ്, അതായത് അർപ്പിക്കപ്പെട്ടു, സമർപ്പിക്കപ്പെട്ടു. ടു ഇൻട്രസ്റ്റ്, ട്രാൻസ്മിറ്റ്, ബ്രിങ് ഫോർത്ത്, ഡെലിവേർഡ് അപ്പ്, ഗിവ് ഓവർ. ഇങ്ങനെ ഉള്ള പദങ്ങളാണ് പാരഡിനോമായി എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുക. ടു ഗിവ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് അനദർ, ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലോട്ട് കൊടുക്കാത്ത. അപ്പൊ എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇവിടെ പിശാച് പറയാണ്, അതായത് ഇത് മുഴുവൻ കാണിച്ചത് നിനക്ക് തരാം, ഇത് എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കും. പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൻ ടു അൺടു മൈ ഹാൻഡ് ആൻഡ് ദ ഹാൻഡ്സ് ടു അനദർ. ടു ഗിവ് ഓവർ ഇൻ ടു ഓൺസ് പവർ ഓർ യൂസ്, ടു ഡെലിവർ ടു ഓൺ സം വൺ, ടു കീപ്, യൂസ്, ടേക്ക് കെയർ ഓഫ്, മാനേജ്. ഇങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ടു ഡെലിവർ അപ്പ് ഓൺ, ടു കസ്റ്റഡി, ടു ബി ജഡ്ജ്ഡ്, കണ്ടംഡ്, പണിഷ്ഡ്, സ്കോച്ച്ഡ്, ടോർമെന്റഡ്, പുട്ട് ടു ഡെത്ത്. ഒരാളുടെ പക്കലോട്ട്, കസ്റ്റഡിയിലോട്ട്, ഇങ്ങനെയുള്ളതിനെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്
പാരാഡിഡോമായി എന്ന വാക്ക്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. സോ ഇവിടെ പിശാച് പറഞ്ഞ് എൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ എൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ രാജ്യം എന്താണ്? ആദ്യം രാജ്യം നിശ്ചയമായിട്ടും ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി കിങ്ഡം ഇൻ ദ വേൾഡ്, ഇസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ്. കാരണം കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഭൂലോകത്തെ ഭരിക്കാനൊന്നുമല്ല, അവന്റെ രാജ്യം ഭരിക്കാനാണ്. യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, അവന്റെ രാജ്യം ഐഹികം അല്ല. ഇവിടുത്തെ കത്തോലിക്കർ മുതൽ ഇനി താഴെ കിടക്കുന്ന സകല ആളുകളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ യെരൂശലേമിൽ വരാൻ പോകുന്നു. അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടൊക്കെ ഒരുത്തം പറഞ്ഞിട്ട് അവിടെ കൊണ്ടൊരു വാതിൽ തുറക്കാതെ കിടക്കുകയെന്ന്. അത് തുറക്കാൻ ആർക്കും പറ്റത്തില്ല. വാതിൽ തുറന്ന് കർത്താവ് പോട്ടത്തരം പറയാവുന്നത്. അത് അടച്ചു പൂട്ടി വെച്ചിരിക്കുക. കിഴക്കേ വാതിലൂടെ ഇതെന്തോ അതിൻ്റെ അർത്ഥം? എന്തോ ഈ കിഴക്കേ വാതിൽ എന്നാണ് മനസ്സിലായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കുതിരപ്പുറത്ത് കയറി വരുമെന്ന്. അപ്പൊ യെരൂശലേമിൽ ചെന്ന് എല്ലാ മണ്ടന്മാരും എനിക്ക് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, എല്ലാവരും കഴിവില്ലാത്തവരെന്ന് പറയല്ല. ഇത് വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകുന്ന എല്ലാവരും അങ്ങ് കോൾമേർ കൊള്ളുക, രോമാഞ്ചം കൊണ്ടുപോകുക. അയ്യോ, ഞങ്ങളുടെ കർത്താവ് വരേണ്ട വാതിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ ഇത് വെറും പകൽക്കിനാവ് മാത്രം. അപ്പൊ യെരൂശലേമിൽ യേശുക്രിസ്തു ഇങ്ങനെ വരുന്നു എന്നുള്ള ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അക്ഷരാർത്ഥത്തിൽ അവിടെ വന്നിട്ട് ഒരു സിംഹാസനം ഇട്ട് 1000 വർഷം ഭരിക്കും. എന്നിട്ട് വീണ്ടും പിശാചിനെ അഴിച്ചുവിടും. പിശാചിനെ അഴിച്ചുവിടുമ്പോൾ വീണ്ടും എന്താ ഗതി? പരഗതി, പഴയ ഗതി തന്നെ പരഗതി, പാതാളത്തിലേക്ക്. അപ്പൊ 1000 ആണ്ട് കർത്താവ് ഭരിച്ചാലും ഭൂലോകം നന്നാവത്തില്ലെന്ന് വേണമെങ്കിൽ നാട്ടുകാരെ പഠിപ്പിക്കുക. ഇതുകൊണ്ട് അല്ലാതെ വേറൊരു കഥയില്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് ദയവായിട്ട് ക്ഷമിക്കണം. ഞാൻ വലിയ കഴിവുള്ള ആള്, ഒന്നുമല്ല. എല്ലാ മനുഷ്യരെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ യേശുവിന്റെ സഭയായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനകത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. കർത്താവിന് എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ ഐ ഹാവ് നത്തിങ് ടു സേ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഗോഡ്, ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ദ ചർച്ച്. ചർച്ച് ഹാസ് ടു ബി പ്യൂരിഫൈഡ് ഫ്രം ഓൾ ദീസ് നോൺസെൻസ്. അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം ഉണ്ടാവത്തില്ല. അങ്ങനെ അത് നിങ്ങളുടെ സ്വപ്നമാണ്. ഭൂമിയെല്ലാം കത്തിപ്പോകും, പുതിയ ആകാശം, പുതിയ ഭൂമി വരും. ഇത് ഈ ഇവിടുന്ന് TPM-ലെ മൂപ്പന്മാരും കുറെ ആളുകളും കൂടെ ചുമ്മാ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പുതുഭൂമി, വെള്ളയുടുപ്പിട്ടവരല്ല. എന്തൊരു വിവരക്കേടായി. ഇതാണോ ഇതിന്റെ അർത്ഥം? യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞു ദൈവരാജ്യം വരാൻ പോവാ. അത് കാണുന്നത് പോലെ അല്ല വരുന്നത്. പീലാത്തോസിനോട് എന്റെ രാജ്യം ഐഹികമല്ല, ഇറ്റ്സ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകപ്രകാരമുള്ളതല്ല. നിങ്ങൾ ഒത്തിരി കാര്യം ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ രാജ്യം എങ്കൽ എൻ്റെ അർത്ഥം ഇത് വേറൊരാളുടെ കയ്യിലാണ്. ആ ആളിന്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആ പിശാചിന്റെ കയ്യിൽ എപ്പോഴാണ് ഇത് ഏൽപ്പിച്ചത്, എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഓടി നോക്കേണ്ടത് ബൈബിളിലേക്ക് നോക്കണം. മശിഹാചരിത്രത്തിലേക്കൊന്നും പോലെ കേട്ടോ. അല്ലാതെ ഈ ഉപദേശിമാര് പഠിപ്പിക്കുന്ന പഴം കൊടുത്ത പാമ്പിന്റെ അടുത്തോട്ടൊന്നും പോണ്ട. പാമ്പൊന്നും അല്ല. നമ്മുടെ സർപ്പം രൂപേണ ഹവ്വായെ ചതിച്ചപ്പം പഴം കൊടുത്തിട്ടുള്ള രാജ്യം തിരിച്ചു വാങ്ങിച്ചു. എന്ത് എന്നെ കൊച്ചിൽ എനിക്ക് വിഷമമുണ്ട് ഇത് പറയുമ്പോൾ. ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങുന്ന സമയത്ത് വലിയ വിശ്വപ്രസിദ്ധന്മാർ ഒന്ന് പറയുന്നത്, ആദാമിന്റെ കയ്യിൽ നിന്ന് പൈശാചിക ശക്തികൾ രാജ്യം തിരിച്ചെടുത്തു. ലൂസിഫറിന്റെ കൈ കിട്ടി. പിന്നെ അത് മൊത്തം കൊണ്ടു നടക്കുന്ന ലൂസിഫറാ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ തന്നെ കെട്ടുകഥയാണ്. ഞാൻ 100 ഹാമറ വെറും ബാലരമയിലെ മായാവി കഥയാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്ത് ഒരർത്ഥവും ഇല്ല. ബൈബിളിക്കലി ട്രൂത്ത് അല്ല. നിങ്ങൾ ഇനി പറയും ഞങ്ങളുടെ ചേട്ടൻ, നിന്റെ ചേട്ടൻ പഠിപ്പിച്ചാലും നിന്റെ അപ്പൂപ്പൻ പഠിച്ചാലും നിന്റെ വല്യപ്പച്ചൻ പഠിപ്പിച്ചാലും നിന്റെ കുറച്ച് 10,000 വിശ്വാസം ഉണ്ടല്ലോ, അത് മൊത്തം നീ കേൾക്കുന്ന പൊട്ടത്തരം കേൾക്കുന്നതേ ഉള്ളൂ. ലൂസിഫർ എന്ന് പറഞ്ഞത് ഒരു കെട്ടുകഥയാണ്. ഇറ്റ് ഇസ് നോട്ട് ബിബ്ലിക്കൽ ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് ദ ബിബ്ലിക്കൽ ട്രൂത്ത്. നിങ്ങൾ എന്നെ പിണങ്ങാനും വേണ്ടില്ല. നിങ്ങൾ വേണ്ടത് കട്ട് ചെയ്തിട്ട് പോക്കോ. നിങ്ങൾ ഇനി മെസ്സേജ് കേൾക്കണ്ട. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ബോധമുള്ള ആളുകൾ കേട്ടാൽ മതി സന്ദേശം. ഞാനോടാ സംസാരിക്കാം. ഐ എം ടോക്കിംഗ് ടു ദ പീപ്പിൾ ദോസ് ഹു ആർ സീക്കിംഗ് ട്രൂത്ത്, നോട്ട് ദ അടിമക്കണ്ണുകളോടല്ല ഞാൻ സംസാരിക്കുന്നത്. ലിസൺ ടു മീ. ക്രൈസ്റ്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻവിസിബിൾ. ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദ വേൾഡ്. Nobody can see the kingdom of God. Now we know that we are in the kingdom of God, but it is invisible kingdom. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ അതുകൊണ്ട് യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ ഇനി വരുമെന്ന് ചിന്തിക്കരുത്. അല്ലെ, അക്ഷരാർത്ഥത്തിൽ വന്നിട്ട് ഭരിക്കും എന്നുള്ള സ്വപ്നം കാണലാണ്. സ്വപ്നം കണ്ടൊക്കെ ജീവിച്ചോ, കുഴപ്പമില്ല. കാരണം അങ്ങനെയും ജീവിക്കും. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ രാജാവ് ഒരു സ്വപ്നം കാണുന്ന കാണാൻ പറ്റും. ഇത് ഫുള്ള് ഞാൻ വായിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ആ സ്വപ്നത്തിന്റെ
അർത്ഥവും അതിൻ്റെ വിവരണവും ഒക്കെ കൃത്യമായിട്ട് ദാനിയേൽ കൊടുക്കുന്നുണ്ട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ കണ്ട ആ സ്വപ്നം അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ? നെബൂഖദ്നേസർ രാജാവിന് കണ്ട സ്വപ്നം എങ്ങനെയാണ്? വലിയൊരു ബിംബം വരുന്നു, വലിപ്പമേറിയ വിശേഷ ശോഭയുള്ളതുമായ ബിംബം. അതിന് മുമ്പിൽ ഒരു രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണേ. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരിയും താമ്രം കൊണ്ടും തുടർന്ന് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടും ആയിരുന്നു കാൽപാദം. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാത്തൊരു കല്ല് പറഞ്ഞു വന്നത് ബിംബത്തെ ഇരുമ്പും കളിമൺ കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിൽ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റുവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി ഞാൻ ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു ദ കവനന്റ് ഓഫ് ഗാഡ്, ഓൾഡ് കവനന്റ്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം, if God open your heart to spirit to understand, we can see that in the book of Genesis chapter 1. ഒന്നുകൂടെ പറയാം. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ച വിവരമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തും. ഈ രാജ്യം ദൈവം ഉടമ്പടിയുടെ ജനത്തിന്റെ പക്കൽ കൊടുത്തു. കിങ്ഡം ഓഫ് ഗോഡ് ബിലോങ്സ് ടു ദർ ഗ്രൂപ്പ്. ഒടുവിൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാതെ വന്ന 10 ഗോത്രങ്ങൾ അസീറിയയാൽ പിടിക്കപ്പെട്ടു. ഈ അസീറിയ അവരെന്ത് ചെയ്തു? പല നാടുകളിലേക്ക് നിർത്തിക്കൊണ്ടു. പല രാജ്യങ്ങളിൽ ഈ ജനം ചിതറിപ്പോയി. യഹോവയായ തമ്പുരാന്റെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു ആഫ്റ്റർ സോളമൻ. 10 ഗോത്രം ഇസ്രായേൽ ഗ്രഹമെന്നും 2 ഗോത്രങ്ങളെ യഹൂദ ഗ്രഹമെന്നും അറിയപ്പെട്ടു. ശ്രദ്ധിക്കുക. ഈ യഹൂദ ഗ്രഹവും ദൈവസന്നിധിയിൽ ഒരുപാട് തെറ്റ് ചെയ്തു. അവരും വഷളത്തം പ്രവചിച്ചു. ഇസ്രായേൽ ഗ്രഹത്തെ പോലെ തന്നെ യഹൂദയും വഷളത്തം പ്രവചിച്ചിട്ടും ദൈവം അവരെ കൈവിടാതെ ദൈവം അവരെ സൂക്ഷിച്ച് പല നിലകളിൽ സംരക്ഷിച്ചു. ഒടുവിൽ തമ്പുരാൻ ഈ രാജ്യത്തെ, ഈ യഹൂദിയെ ബാബേൽ രാജാവിന്റെ പക്കൽ ഏൽപ്പിച്ചു. ഈ കിങ്ഡം ഫോഴ്സ്ഫുള്ളി given to അല്ലെങ്കിൽ received by the Babylonian king Nebuchadnezzar. I believe that Nebuchadnezzar also under the coverage of the covenant of God, because ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3 താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്ന 2 വായിക്കുമ്പോൾ നദി മുതൽ പീശോൻ, ഗീഹോൻ, ഹിദേക്കൽ, ഫ്രാത്ത്. പീശോൻ എന്ന് പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്നു. അതിൽ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്, ഗോമേതകമുണ്ട്. ഗിഹോൻ എന്ന് പറയുന്ന നദി ഗിവാൻ നദി എന്നാണ് പറയുന്നത്. ഗിവാൻ നദി എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ നദിയായ നൈൽ നദിയാണ്. സോ ആ ഗിവാൻ നദി ഇവിടെ നൈലിന്റെ ഭാഗം മെഡിറ്ററേനിയൻ സീ. ഹിദേക്കൽ ഫ്രാത്ത് എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അപ്പൊ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തടമാണ്. അതിന്റെ രണ്ടിന്റെയും തടത്തിലാണ് മെസപ്പൊത്തോമിയ, അതാണ് ബാബിലോൺ. സോ ഈ ടെറിട്ടറിക്ക് അകത്ത് തന്നെ, ഈ ലാൻഡിനകത്ത് തന്നെ ബാബിലോൺ ഉണ്ട്. സോ ഗോഡ് അറ്റ് ലാസ്റ്റ് give these people and the kingdom to the Nebuchadnezzar. നെബൂഖദ്നേസറിന്റെ പക്കൽ ലഭിച്ചു. നെബൂഖദ്നേസറിന്റെ പക്കൽ നിന്ന് ഫോഴ്സ്ഫുള്ളി മേദിയ പേർഷ്യ, ബേൽത്ശസ്സറുടെ കാലം വന്നപ്പോൾ ആ രാജ്യത്തെ പിടിച്ചെടുത്തു. കോരശന്റെ ദാസൻ എന്ന് പറഞ്ഞു 300 വർഷത്തിന് മുമ്പ് ദൈവം പ്രവചനം കൊടുത്തു. സോ they captured that kingdom. സോ ഈ ബാബിലോൺ പിടിക്കുമ്പോൾ കൂട്ടത്തിൽ ദൈവത്തിന്റെ ജനമായ, ദൈവത്തിന്റെ രാജ്യമായ യഹൂദ ജനതയും അവരുടെ കൂട്ടത്തിലുണ്ട്. സോ they were captured by മേദിയ പേർഷ്യൻ കിങ്ഡം. ആ പേർഷ്യൻ കിങ്ഡത്തിന്റെ കയ്യിൽ നിന്ന് ഗ്രീക്കുകാർ ഇത് പിടിച്ചെടുത്തു. ശ്രദ്ധിക്കണേ. ഇപ്പൊ രാജ്യം എവിടെ വരെ എത്തി? ബാബിലോണിലെത്തി. ബാബിലോണിൽ നിന്ന് മേദിയ പേർഷ്യയിലെത്തി. മേദിയ പേർഷ്യൻ ഗ്രീക്കിലെത്തി. ഗ്രീക്കിൽ നിന്ന് നേരെ ആ സാമ്രാജ്യം അണ്ടർ ദ പവർ ഓഫ് അയൺ റോമിലേക്ക് എത്തി. ആ റോമിലെത്തുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം, അനദർ കിങ്ഡം ഈസ് ഓൾസോ പാരലായിട്ട് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഹസ്മോനിയൻ കിങ്ഡം, ബിലോങ്സ് ടു ദ കിങ്ഡം ഓഫ് ദൈവരാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായി വന്ന ഒരു സീലസ് മൂവ്മെന്റ്സ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ അയൺ എന്ന് പറയുന്നത് ആരാണ്? റോമാണ്. ഈ റോമിന്റെ കാൽ രണ്ടും അയൺ, കാൽപാതി കളിമണ്ണും ഇരുമ്പും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ റോം ആരുടെ കയ്യിൽ ഇരിക്കുന്നു? ദൈവരാജ്യം ആരുടെ കയ്യിൽ ഇരിക്കുന്നു? റോമിന്റെ കൈവശം. റോമിന്റെ കൈവശത്തിൽ നിന്ന് കാൽപാദത്തിലേക്ക് എത്തുമ്പോൾ കാണുന്നത് അയണും ഉണ്ട്, കളിമണ്ണും ഉണ്ട്.
അയണും കളിമണ്ണും ഒരുമിച്ച് ഭരിക്കുക. ദാറ്റ് മീൻസ് അന്ന് യഹൂദ്യ നാട്ടിൽ ഇരുന്ന് ഭരണം നടത്തി ദേവാലയത്തിൽ ശുശ്രൂഷ ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടുന്ന പൗരോഹിത്യവും ഓൾഡ് കവനന്റ് സിസ്റ്റത്തിൽ ജീവിച്ച ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഹാൻഡ് ഓവർ ടു ബാബിലോൺ, ബാബിലോൺ ടു മെസ്സിയ പെർഷ്യ, മേദ്യ പെർഷ്യ, ഗ്രീസ് ടു റോം. അറ്റ് ലാസ്റ്റ് റോമിൽ നിന്ന് ഈ അധികാരം ഇവിടെ ഇസ്രായേലിനെ മാത്രം ഭരിക്കാനായി ഹെറോദിയരുടെ കയ്യിൽ, ഹെറോദ് എന്ന വാക്ക്, ഹെറോദ് എന്ന് പറയുന്ന രാജാവിന്റെ പക്കലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊടുക്കുക. കേൾക്കുന്നുണ്ടോ? ബാബിലോണിന്റെ കയ്യിലിരുന്നു, മേദ്യ പെർഷ്യ സ്വീകരിച്ചു, ഗ്രീസുകാർ കൊണ്ടുവന്നു, റോമിലെടുത്തി, റോമുകാരുടെ കയ്യിൽ നിന്ന് റോം ഒരു ടാക്സ് കൊടുത്താൽ മതി എന്നൊരു കോൺസെപ്റ്റിൽ ആ കിങ്ഡം അവർക്ക് തിരികെ കൊടുത്തു. അവർക്ക് ആരുടെ കയ്യിലേക്ക്? യഹൂദന്റെ പക്കലേക്ക് തിരിച്ചു കൊടുത്തു. ആ യഹൂദ മതത്തിലേക്ക് കടന്നു വന്ന ഹെറോദാവ് എന്ന് പറയുന്ന, ഹെറോദ് ഫ്രം ഏതോമിനായ ഹെറോദ. ഏതോം എന്ന വാക്കിനർത്ഥം കളിമണ്ണെന്ന, മണ്ണെന്ന്. അങ്ങനെയാണെങ്കിൽ അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുമ്പും കളിമണ്ണും. കളിമണ്ണ് ഏതോമാണെങ്കിൽ ഇരുമ്പ് റോമ. അപ്പൊ റോം അധീനതയിൽ റോമിന് ടാക്സ് കൊടുത്തുകൊണ്ട് റോമിന്റെ ഗവർണറെ അയച്ചിട്ട് ദ കിങ്ഡം നൗ ബിലോങ്സ് ടു ജൂയിഷ് കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഭൗതിക ലോകത്തിലേക്ക്, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ കാൽപാദത്തിന്റെ അടുത്തേക്കാണ് വരുന്നത്. കാരണം ഇരുമ്പും അവിടെയുണ്ട്, ഹെരോദും അവിടെയുണ്ട്. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോഴും ഇരുമ്പും ഉണ്ട്, കളിമണ്ണുണ്ട്. കാരണം ആ രണ്ടാമത് വരുന്ന ആ കല്ല് ഈ കാൽപാദത്തിൽ വന്നിടിക്കുകയും ആ കാൽപാദത്തിലെ ഇരുമ്പും കളിമണ്ണുമുള്ള ഭാഗത്തെ ഇടിച്ച് ആ മഹാബിംബത്തെ തവിടുപൊടിയാക്കി ചിതർപ്പിച്ചു കളയുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഒരിക്കൽ പോലും അതിനെ കൃമി വീണ്ടും കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ അത് ചിതറിപ്പോയി, കാറ്റതിനെ ദൂരേക്ക് തെറിപ്പിച്ചു. ശ്രദ്ധിക്കുക, ഫസ്റ്റ് കമ്മിങ്ങിൽ ജീസസ് ക്രൈസ്റ്റ് വാസ് ഇൻ ദ അയൺ. അത് വന്ന എവിടെ? റോമൻ സാമ്രാജ്യത്തിലെ വന്ന് അയണിന്റെ സമയത്ത് വന്ന്. പക്ഷേ യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ വരുമ്പോൾ എപ്പോഴാണ് സംഭവം? അയണും കളിമണ്ണും. കാരണം അന്ന് ഇവർ തമ്മിലുള്ള ഒരു കോർപ്പറേറ്റ് ഭരണമാണ് നടക്കുന്നത്. യഹൂദന്മാരും റോമാക്കാരും തമ്മിലുള്ള ഒരു സിങ്ക്രണൈസ് ചെയ്തുള്ള ഒരു ഭരണം നടക്കുന്നത്, ഹാർമണിയസ് ആയിട്ട് നടക്കും. അപ്പം ഇങ്ങനെ പണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നതും പിൽക്കാലത്ത് ജാതികളിലേക്ക് കൈമാറിപ്പോയതുമായ ഈ സാമ്രാജ്യം ഒടുവിൽ ആരുടെ പക്കലെത്തി? യഹൂദന്റെ കയ്യിലെത്തി. കാരണം അവകാശി വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ മുഴങ്കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല. അർത്ഥം, ക്രൈസ്റ്റ് കടന്നു വരുന്ന നാളിൽ കിങ്ഡം ഓഫ് ഗോഡ് ആരുടെ പക്കൽ ഇരിക്കണം? യഹൂദന്റെ പക്കൽ ഇരിക്കണം. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമായോ? യഹൂദന്റെ പക്കൽ ഇരിക്കുന്ന ആ രാജ്യം, ഈ രാജ്യം അവരുടെ പക്കലാണോ? അതാ പറഞ്ഞത്, എങ്കൽ പരമേൽപ്പിക്കപ്പെടുന്നു. ഫ്രം വേർ? ഫ്രം റോം. റോമായിരുന്നു ആ ഭരണത്തെ, അതിനെ ക്യാപ്ചർ ചെയ്തത്. ബട്ട് നൗ ഇറ്റ് ഇസ് ഗിവൺ ബാക്ക് ടു പാരഡിഡോമായി ടു ദ ജൂയിഷ് പീപ്പിൾ. അപ്പം ഓയിക്കനോമി, ഭൂലോകത്തിലെ സകല രാജ്യം എന്ന് പറയുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ്. ആ കിങ്ഡം ഓഫ് ഗോഡ് എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആരുടെ കൈ കൊടുത്തിരിക്കുന്നു? യഹൂദന്റെ. ഹു ഈസ് ദ ചീഫ് person? Who is the president? Who is the topmost person in the Jewish world? High priest. High priest. The priesthood, the high priest, the chief priest, and our subordinates, they are the custodians of the kingdom of God. ഞാനിത് പറയുമ്പോൾ I want to take you to the Bible. So when I want to prove it from the Bible. Matthew chapter 21 verse 33 വാക്യങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു ഉപമകർത്താവ് പറയുന്നു, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, കുടിയാന്മാരെ ആക്കി, ഫലമന്വേഷിച്ച്, വേലക്കാരെ അന്വേഷിച്ചു, അവരെല്ലാവരും കൊന്നുകളഞ്ഞൊടുവിൽ തന്റെ പുത്രനെ അയച്ചു. പുത്രനെ ശങ്കിക്കുമെന്ന് വിചാരിച്ച് പുത്രനെ അയച്ചു. പക്ഷെ പുത്രനെ അവർ ശങ്കിച്ചില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? പുത്രനെ കൊന്നുകളഞ്ഞു. അടുത്ത വാക്യം കർത്താവ് പറഞ്ഞിങ്ങനെ, 41-ാമത്, അവൻ ആ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കായി തീർന്നു. അത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ല. അതുകൊണ്ട് 43-ാം വാക്യം, മാത്യു 21:43, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്. അപ്പൊ ആരുടെ കയ്യിലെ ഇപ്പൊ ദൈവരാജ്യം? യഹൂദ. നിങ്ങൾക്ക് സംശയമുണ്ടോ? ലൂസിഫറിന്റെ കയ്യിലല്ല. എല്ലാ ചേട്ടന്മാരും കേട്ടോണം, ലൂസിഫറിന്റെ കയ്യിലല്ല ദൈവരാജ്യം. നിങ്ങൾ ഈ കെട്ടുകഥകൾ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കരുത്. നിങ്ങൾ കെട്ടുകഥകൾ പറഞ്ഞ് നിങ്ങൾ കബളിപ്പിക്കുക. നിങ്ങൾക്ക് വേദിയുണ്ട്, പ്രസിദ്ധിയുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, പണമുണ്ട്, ആസ്തിയുണ്ട്. ബട്ട് യു ആർ lying. You are cheating people. You are cheating people.
യു ആർ ചീറ്റിംഗ് പീപ്പിൾ, യു ആർ ഡിസീവിംഗ് പീപ്പിൾ. ലൂസിഫറിന്റെ കയ്യിലാണ് ദൈവരാജ്യം. ലുക്ക്, വാട്ട് ഈസ് ദിസ്? ജൂയിഷ് കമ്മ്യൂണിറ്റി, ഓൾഡ് കവനന്റ് പീപ്പിൾ. തീർന്നിട്ടില്ല. ഈ കല്ലിൽ മേൽ വീഴുന്നവൻ തകർന്ന പോലെ അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട്. അപ്പൊ ആരോടാ സംസാരിക്കുന്നത്? മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു, ഇത് ഞങ്ങളെക്കുറിച്ചാണ്. ഞങ്ങളുടെ പണ്ടൊരു ലൈവ് പറഞ്ഞ പോലെ ഞങ്ങളെക്കുറിച്ച് മാത്രം. മഹാപുരോഹിതന്മാരും പരീശന്മാരും ഇത് കേട്ടിട്ട് പറയുകയാണ്, ഇത് തങ്ങളെക്കുറിച്ച് പറയാം. ഇവർക്ക് മനസ്സിലായോ? അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് ആരുടെ പക്കൽ ഇരിക്കുന്ന അറിയാം? മഹാപുരോഹിതന്റെ പക്കലാണ്. അങ്ങനാണെങ്കിൽ ഉയർന്നോട് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി മിശിഹാ തമ്പുരാനെ രാജ്യങ്ങൾ കാട്ടിക്കൊടുത്തിട്ട് എന്നെ ഒന്ന് വണങ്ങാങ്കിൽ നിനക്ക് തരാം, ഇത് എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് തോട്ടത്തിൽ പഴം പറിച്ചു കൊടുത്ത പാമ്പല്ല. ഞാൻ സ്പിരിച്വലി അല്ല, ഞാൻ ആ ടോണിലല്ല സംസാരിക്കുന്നത്, മനസ്സിലാക്കണം. മറിച്ച് ആരാണ്? നിശ്ചയമായിട്ടും ഇറ്റ് ഈസ് നോട്ട് ലൂസിഫർ. ഇറ്റ് ഈസ് നോട്ട് ലൂസിഫർ, ഇറ്റ് ഈസ് പഴയ പാമ്പ്. ഏതാ പഴയ പാമ്പ്? വെളിപ്പാട് പുസ്തകത്തിലെ മഹാസർപ്പം. ഹു ഈസ് ദാറ്റ് ഫെലോ? മഹാപുരോഹിതൻ. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നത് വിട്ടേറ്റ് വീണ ദൂതന്റെ പക്കൽ. നോ, ബിലോങ്സ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. മഹാപുരോഹിതനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നത് മൂർഖമ്പാമ്പല്ല, അനക്കോണ്ടയല്ല, രാജവമ്പാലയല്ല, തോട്ടത്തിലെ പഴയ പാമ്പുമല്ല. ഈസ് എ ജൂയിഷ് റൂളേഴ്സ് ഓർ പ്രീസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷകൻ എന്ന് പറഞ്ഞ ആരാണ്? സാത്താൻ. അങ്ങനെയാണെങ്കിൽ സാത്താനും പിശാച്, സാത്താൻ, പാമ്പ്, മഹാസർപ്പം, ഇതെല്ലാം മഹാപുരോഹിതനെയും പരീശന്മാരെയും പുരോഹിത വർഗത്തെയും വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന, അലിഗോറിക്കലി വിളിക്കുന്ന, സിംബോളിക്കലി വിളിക്കുന്ന വാക്കുകൾ. അതുകൊണ്ട് ദയവായിട്ട് മശിഹാചരിത്രം കണ്ട് മുറുക്കമ്പാമ്പ് വന്ന് പഴം തിന്നാൻ പറഞ്ഞു അല്ലെങ്കിൽ കല്ലപ്പമാക്കാൻ പറഞ്ഞു എന്നുള്ള കഥയിലേക്ക് പോകാതെ, മിശിഹായുടെ പരീക്ഷണത്തിൽ ആ രാജ്യം ആരുടെ പക്കൽ നിന്നെടുക്കുക? നിങ്ങളുടെ പക്കൽ നിന്നെടുത്തു. നിങ്ങളുടെ പക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈ തന്നതാണ്. അത് എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആരുടെ പക്കൽ? പിടികിട്ടുന്ന ഞാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദയവായി ഈ ലൂസിഫർ കഥ നിങ്ങൾ നിർത്തുന്നത് വരെ ഇത് ഈ വെളിപ്പാട് പ്രാപിച്ച ആളുകൾ സംസാരിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഫുൾ പ്രിറ്ററിസം വിശ്വസിക്കുന്ന സഹോദരന്മാരോട് ഇടയ്ക്ക് വെച്ച് പറയാം, നമ്മൾ ഒരുമിക്കണം. ഈ സമൂഹത്തിനിടയില്ലാത്തൊരു ഐക്യത നമുക്കുണ്ടാകണം. പരസ്പര ബഹുമാനം ഉണ്ടാകണം. നമ്മളെല്ലാവരും ഏതൊരു കോണിലായിരുന്നാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയ്ക്കോ, വി നീഡ് ടു കം ടുഗദർ. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ അരാജകത്വത്തെ, ദൈവസഭയ്ക്കകത്ത് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളെ പുറത്തു കളയാൻ എന്നേക്കാൾ ഒത്തിരി കഴിവുള്ള ആളുകൾ പ്രിറ്ററിസ്റ്റ് ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ പുറത്തു വരണം. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ചർച്ചിനകത്തൊരു പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരണം. ദൈവത്തിന്റെ സഭയെ ശുദ്ധമാക്കണം. ഈ അബോമിനേഷൻസ്, ദൈവസഭയ്ക്കകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതകളെ പുറത്തു കളയാൻ ദൈവജനം ഒരുമിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കാരണം ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാം, അബോമിനേഷനാണ്. ഇസ് അബോമിനേഷൻ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫേസ്ബുക്കിനകത്തൊരു ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഐ വാസ് റിയലി അഷൈംഡ് ഓഫ് ദാറ്റ് മാൻ. ഞാൻ സാധാരണ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്നതല്ല. ഞാൻ പ്രത്യേകിച്ച് വ്യക്തികളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും പറയാറില്ല. എനിക്ക് ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഐ എം വെരി വെരി മച്ച് ഫ്യൂരിയസ്. സോ ഒരു ജെസി വേറെന്തോന്നു, ജെസി ഡൂപ്ലിയൻ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ജസ്റ്റ് വോണ്ട് ടു, ഇവരുടെയൊക്കെ പേര് നമ്മുടെ വായിൽ തന്നെ ഇരിക്കത്തില്ല, വല്ലാത്ത പേരൊക്കെ. എന്തോ ജെസി ഡൂപ്ലിയൻ്റോ സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് ഒരു പ്രോസ്പെറിറ്റി പ്രീച്ചർ. ഞാൻ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഇതിന്റെ ലിങ്ക് താഴെ എൻ്റെ ഇതിനകത്തിടാം, നിങ്ങൾ കണ്ടു പോകണം. അദ്ദേഹം പറയുക, ഞാൻ ജെറ്റ് വിമാനം വാങ്ങിച്ചു, എൻ്റെ വീട് വാങ്ങിച്ചു, എൻ്റെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ എന്താ കാര്യം? ദൈവം ഞങ്ങളെ റിച്ച് ആക്കി, പ്രോസ്പെറസ് ആക്കി, ഞങ്ങളെ ഫിസിക്കലി, ഫിനാൻഷ്യലി, മെന്റലി വി ആർ റിച്ച് പീപ്പിൾ. പെൺപിള്ളയോട് ചോദിക്കുന്നുണ്ട്, നീ റിച്ച് അല്ല? യെസ്, ഐ ആം ഓൾസോ റിച്ച്. അപ്പം ഇത് പറഞ്ഞിട്ട് ഇവരെടുത്ത വാക്യം എന്നറിയാമോ? 49 സങ്കീർത്തനം. അതില് ഒരു വാക്യം പറയാണ്, 16 വാക്യം. ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിക്കണേ, ജനത്തെ കളിപ്പിക്കുന്ന ഈ അബോമിനേഷന്റെ കാര്യം പറയുന്നത് ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് നിർത്താം. ജെസി ഡൂപ്ലിയൻ്റ് പറയാണ്,
ഞങ്ങൾക്ക് ദൈവം ജെറ്റ് വിമാനം തന്നു, ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് വലിയ ബംഗ്ലാവ് തന്നു, ദൈവത്തിന് സ്തോത്രം. വി ആർ റിച്ച്, വി ആർ പ്രോസ്പറസ്. നീയല്ല അവിടെ പെയ്തത്, ഞാനാ പെയ്തത്. എവിടെ നിട്ടിയടോ? പാപം ജനത്തെ പിഴിഞ്ഞല്ലേ, ദശാംശത്തിന്റെയും പ്രോസ്പെരിറ്റിയും പറഞ്ഞുകൊണ്ട്, അല്ലേ? I want to say that is nonsense. Whoever it may be, that is nonsense in the church of God. I want to tell you one thing. ഞാൻ കർത്താവ് അനുവദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരും. The prosperity gospel is the abomination in the New Covenant Church. The abomination of desolation in the New Testament Church. Prosperity gospel. That doesn't mean that poverty gospel are the opposite. No. I believe that satisfied gospel. തൃപ്തരാകുക, ദൈവകാര്യത്തിൽ സമ്പന്നരാകുക, അതിനെ ഫോക്കസ് ചെയ്യുക. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി അല്ല, പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇസ് ദ അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ്. ജെസ്സി ഡ്യൂപ്ലിന്റ് പറയുന്ന വാക്ക് വയ്ക്കണേ. അയാൾക്ക് വീട് കിട്ടിയതിന് പുള്ളി പറയുകയാണ്, ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. പുള്ളി എടുത്ത വാക്ക് തെറ്റിപ്പോയി. ഇതാണ് നമ്മുടെ ഇടയിലല്ലേ, വാക്യമുണ്ടോ? എല്ലാത്തിനും വാക്യമുണ്ട്. അങ്ങനെ പുള്ളിക്ക് കിട്ടിയ വാക്യം ഇങ്ങനെ, ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. ഇത് ആരെ കുറിച്ച് പറയുന്നത് അറിയാമോ? ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്ന വാക്ക്, അൺഗോഡ്ലി പീപ്പിളിനെ കുറിച്ച്. ഈ അൺഗോഡ്ലി പീപ്പിളിനെ കുറിച്ച് എനിക്ക് തമാശ തോന്നിയത്, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്ന അതേ വാക്യം എടുത്തിട്ട് ഈ പ്രോസ്പെരിറ്റി പ്രീച്ചർ പറയാ, ഞങ്ങൾക്ക് ദൈവം ധനം തന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ദൈവം വീട് തന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ദൈവം ജെറ്റ് വിമാനം തന്നതുകൊണ്ട് നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചേട്ടൻ എടുത്ത വാക്യം ഇടുന്ന, സകല ദുഷ്ടന്മാർക്ക് സകല അഭക്തന്മാർക്ക് ഇഷ്ടം പോലെ തമ്പുരാൻ ഭൂമി കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം. അദ്ദേഹം തന്നെ അറിയാൻ വയ്യാതെ വേദോസത്തിലെ വാക്യമുണ്ടോ, എല്ലാത്തിനും വാക്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ജെസ്സി ഡ്യൂപ്ലിന് കിട്ടിയ വാക്യം 49:16. ഞാൻ ഈ പറഞ്ഞു വരുന്ന സാരം മനസ്സിലായോ? വേദോസത്തിലെ അവിടെ ഇവിടെയുള്ള വചനം നുള്ളി പറക്കിയിട്ട് ജനത്തെ കബളിപ്പിക്കുന്ന മാർഗം വളരെ പോപ്പുലറാണ് ക്രിസ്ത്യാനിറ്റി. പക്ഷെ ആസ് എ മാൻ ഓഫ് ഗോഡ്, ആസ് എ ബൈബിൾ ടീച്ചർ, ഐ ബിലീവ് ദാറ്റ് ഐ എം കോൾഡ് ബൈ ഗോഡ്. ഐ എം ടെല്ലിങ് യു, the church will be purified by the true word of God. The true word of God. I challenge every people, those who are going after, going with this vertical truth, the fulfilled eschatology. Vigilant. അതിൽ ഏറ്റവും ചെറിയ ആളോട് ഞാൻ പറയാം, ഈ ഒരു മൂവ്മെന്റിൽ നിങ്ങൾ വലിയ ആളാണ്. യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് നിങ്ങളുടേതായ മേഖലയിൽ ശോഭിക്കാൻ പറ്റും. എനിക്കൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നെക്കാൾ 1000 മടങ്ങ് വിശാലമായി ഇത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ദയവായി നിങ്ങൾ അതിന് മുമ്പോട്ട് വരണമെന്ന് കർത്താവിന്റെ നാമത്തെ ഞാൻ ആഹ്വാനം ചെയ്യാം. ഞാനൊരു കൊച്ചു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് 100 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ചർച്ച അഴുക്കായിപ്പോയി. അസത്യങ്ങൾ, നമ്മുടെ വേദികൾ മുഴുവൻ അസത്യങ്ങൾ പറയുക, അബദ്ധങ്ങൾ പറയുക, കപടതകൾ പറയുക. സ്റ്റോപ്പ് ഇറ്റ്. ഐ വോണ്ട് ടു ടെൽ യു, ഏതിനെ വെച്ച് ആദമിന്റെ കയ്യിൽ നിന്ന് തോട്ടം രാജ്യം ആരും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മളെ പഠിപ്പിച്ച കെട്ടുകഥയാണ്. ദയവായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഒരു ലൂസിഫറും ഇല്ല. ലൂസിഫർ എന്ന് പറഞ്ഞാൽ വെറും മായാവിയും ഡിങ്കനും ഒക്കെ ഉള്ളൂ. ഡിങ്കനെയും മായാവിയൊക്കെ ഓർത്താൽ മതി. ഇതെല്ലാം കഥകളാണ്, ചില ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥ. അതുകൊണ്ട് ദയവായിട്ട് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത് ആരും ഏതോ ഒരു ലൂസിഫർ ഒന്നുമല്ല. യേശുവിനെ പരീക്ഷിച്ചത് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും. ഓക്കെ, പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നൽ, പ്രേരണ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.